അന്ന് അച്ഛൻ ഇതിലെ നടന്നു പോയുന്ന വഴിക്ക് എൻ്റെ മമ്മി അച്ഛൻ്റെ പുറകെ കരഞ്ഞോട്ട് ഓടി ചെന്നിട്ട് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ എൻ്റെ മോന് വയ്യാണ്ടിരിക്കുകയാണ്, കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു എല്ലാം പറഞ്ഞു തീർന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അവൻ സൗഖ്യപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മമ്മി ഓടി ചെന്നിട്ട് ടോജോ മൊബൈലിൽ വെന്റിലേറ്റർ കിടക്കുന്ന ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് അച്ഛനെ കാണിച്ചു. അപ്പം അച്ഛൻ അത് നോക്കി ആശീർവദിച്ച് അവൻ സൗഖ്യപ്പെട്ടു എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് ടോജോയുടെ വയറിനെല്ലാം ഇൻഫെക്ഷൻ ബാധിച്ച് പുള്ളിയുടെ ഇൻറ്റസ്റ്റൈൻ മുഴുവൻ വെളിയിലായിരുന്നു. അബ്ഡമൻ രണ്ടായിട്ട് പിളർന്നു പോയി ഇൻറ്റസ്റ്റൈൻ കംപ്ലീറ്റ് ഒരു ഫുട്ബോൾ പോലെ പുറത്ത് കിടക്കുകയാണ്. 5ാമത്തെ പ്രാവശ്യം ഡോക്ടേഴ്സ് എന്നെ വിളിച്ചു. കാരണം അദ്ദേഹത്തിന് ബ്രെയിൻ ബ്ലീഡ് ആയി, സീഷറായി, സോഡിയെല്ലാം ഭയങ്കരമായിട്ട് കൂടി. ഞാൻ ചെന്ന് 5ാമത്തെ പ്രാവശ്യം എന്നെ വെന്റിലേറ്റർ ഓഫ് ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് അവർ ചെയ്യുമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ കട്ടിലോട് കൂടി കിടന്ന് പുള്ളി വറക്കുകയാണ്. കിഡ്നി രണ്ടും ഫെയിലിയർ ആയി, ഇനി ഒന്നും ചെയ്യാനില്ല. അവർ ഡയാലിസിസ് സ്റ്റോപ്പ് ചെയ്തു. ലങ്സ് എന്നോട് പറഞ്ഞു 0% ആണ്, ഇനി ഒന്നും ചെയ്യാനില്ല. എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ടുപോയിട്ട് നിനക്ക് എന്ത് ചെയ്യാനാ, കാരണം ജീവിതകാലം മുഴുവൻ ഓക്സിജൻ വേണ്ടി വരും, പിന്നെ ഡയാലിസിസ് ആണെങ്കിൽ ജീവിതകാലം മുഴുവൻ അത് ചെയ്യേണ്ടി വരും, റൈറ്റ് സൈഡ് പാരലൈസ്ഡ് ആണ് എന്നെല്ലാം പറഞ്ഞു, ബ്രെയിൻ ബ്ലീഡും ഉണ്ട്, പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ ഒരാളെ നീ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞെങ്കിൽ ഒരിക്കൽ പോലും അദ്ദേഹം മരിക്കുമെന്നോ മരണത്തിന് വിട്ടുകൊടുക്കണമെന്നോ എനിക്കൊരു ആത്മഹത്യ ചെയ്യണമെന്നോ അങ്ങനെയുള്ള ഒരു ചിന്തയും ദൈവം എൻ്റെ മനസ്സിലൂടെ കടത്തി വിട്ടേയില്ല. കാരണം 82 ദിവസമാണ് അദ്ദേഹം വെന്റിലേറ്ററിൽ ഒരു ബോധമില്ലാതെ കിടന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് ലാസ്റ്റ് വെന്റിലേറ്റർ ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞ് അന്ന് ഞാൻ പോയപ്പോൾ എൻ്റെ ജാക്കറ്റിനുള്ളിൽ ഇവിടുത്തെ ഉടമ്പടി തൈലം ഞാൻ രഹസ്യമായിട്ട് കൊണ്ടുപോയി. ടോജോയുടെ അടുത്ത് ചെന്ന് ടോജോയുടെ കയ്യിലും നെറ്റിയിലും എല്ലായിടത്തും ഏതൊക്കെ ഓർഗൻസ് ആണോ മോശമാണെന്ന് പറഞ്ഞ് അവിടെ എല്ലാം ഞാൻ ഈ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ അന്ന് ഡോക്ടേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി ഞങ്ങളൊന്നും ചെയ്യാനില്ല. കാരണം ഞാൻ പറഞ്ഞു ഞാനാണ് പേഷ്യന്റിന്റെ റിലേറ്റീവ്, നിനക്കല്ല അധികാരം വെന്റിലേറ്റർ ഓഫ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു പേഷ്യന്റിന്റെ നല്ലതിന് വേണ്ടിയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു നീ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവിടെ നിന്ന് കസേരയെടുത്ത് കൺസൾട്ടന്റിനെ അടിക്കാൻ വരെ തുടങ്ങി. ഞാൻ പറഞ്ഞു കാരണം അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ അതല്ല അതിലപ്പുറം ചെയ്തു പോകും. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു ഓക്കെ അവൻ്റെ ഹാർട്ട് കംപ്ലീറ്റ് സ്റ്റോപ്പ് ആവുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ കൊണ്ട് നിർത്തുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് വീട്ടിലോട്ട് പോയി. പിറ്റേ ദിവസം ഞാൻ കേൾക്കുന്ന വാർത്ത നേഴ്സുമാർ എന്നോട് പറയാണ് രാവിലെ അവർ ഡ്യൂട്ടിക്ക് ചെന്നപ്പോൾ ടോജോ ഡോക്ടർ നേഴ്സുമാരെ നോക്കി ചിരിച്ചു കാണിച്ചു വന്നു. 82 ദിവസം വെന്റിലേറ്റർ കിടന്ന് 75 ദിവസത്തോളം കംപ്ലീറ്റ് ബോധമില്ലാതെ പുള്ളിയുടെ ഇൻഡസ്ട്രിയിൽ എല്ലാം അവരാത്താക്കി. പക്ഷേ അത് സ്റ്റിച്ച് ചെയ്യാൻ അവർക്ക് പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് വാക്ക് തെറാപ്പി എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, അത് ചെയ്ത് അബ്ഡമൻ അവർ ക്ലോസ് ചെയ്ത് ബാക്കി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ക്ലോസ് ചെയ്തു. ഓക്സിജൻ കംപ്ലീറ്റ് നിർത്തലാക്കി. ഡയാലിസിസ് ഇല്ലാതെ തന്നെ ടോജോ യൂറിൻ പാസ് ചെയ്തു. ബ്രെയിൻ ബ്ലീഡിനുള്ള മെഡിസിൻ കൊടുത്തു, അതും സ്റ്റോപ്പായി. ഇപ്പോൾ ദേ പൂർണ്ണ ആരോഗ്യവാനായിട്ട് എൻ്റെ മുന്നിൽ നിൽപ്പുണ്ട്. 119ാമത്തെ ദിവസം ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു. ഇവിടുത്തെ അമ്മ മാതാവിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത് സാധിച്ചതെന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്.